എയർലൈൻ വ്യവസായത്തിന്റെ വിശ്വാസ്യതയിലും സുരക്ഷയിലും പാളിച്ച സംഭവിക്കുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്നത് സാധാരണക്കാരായ യാത്രക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിമാന റദ്ദാക്കലുകളും വൈകലുകളും അതിന് ഉദാഹരണമാണ്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ പിന്നിൽ പതിവ് മറുപടികളല്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. മറിച്ച് കമ്പനിയുടെ തന്നെ ആഭ്യന്തര പോരായ്മകളാണ് പ്രധാന കാരണമെന്നാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് വ്യക്തമാക്കുന്നത്. DGCA പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ സംബന്ധിച്ച കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇൻഡിഗോ അതിനുള്ള അടിസ്ഥാനപരമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും സമയമാകും മുൻപേ നടത്തിയിട്ടില്ല എന്നാണ് ആരോപണം. ഇത് വിമാന കമ്പനിയുടെ പ്രവർത്തന തന്ത്രങ്ങളിലും മാനേജ്മെന്റ് ഉത്തരവാദിത്വങ്ങളിലും വലിയൊരു വീഴ്ചയുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് പറയേണ്ടി വരും. അതിലേറെ ആശ്ചര്യപ്പെടുത്തുന്നത് വ്യക്തമായ വിശദീകരണം ഒന്നുമില്ലാതെ കമ്പനി നടപ്പാക്കിയ അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഫ്രീസാണ്. പൈലറ്റുമാരുടെ പ്രവൃത്തി സമയം വർദ്ധിക്കുകയും ഡ്യൂട്ടി പാറ്റേണുകൾ മാറുകയും വിശ്രമ സമയങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ പൈലറ്റുകളെയും ക്രൂ അംഗങ്ങളെയും നിയമിക്കാതെ കമ്പനി മുന്നോട്ട് പോയത് നേരിട്ട് സുരക്ഷയ്ക്കും ഷെഡ്യൂൾ സ്ഥിരതയ്ക്കും തിരിച്ചടിയായിട്ടാണ് മാറിയത്. രാജ്യത്തെ വിമാനയാത്രകളിൽ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ബ്രാൻഡായ ഇൻഡിഗോയുടെ ഇത്തരം പ്രവർത്തികൾ യാത്രക്കാരുടെ വിശ്വാസത്തെ ശിഥിലമാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. നിരന്തരമായ നിരീക്ഷണവും കർശന നിയമപരമായ നിയന്ത്രണങ്ങളുമുള്ള വിമാനയാന മേഖലയിൽ മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള അവഗണന ഒരു സാധാരണ ഓപ്പറേഷണൽ വീഴ്ചയല്ല. അത് സുരക്ഷ, തൊഴിൽ മാനദണ്ഡം, യാത്രക്കാരുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. രാജ്യമെമ്പാടുമായി ഇൻഡിഗോ എയർലൈൻസിന്റെ 200ഓളം സർവീസുകൾ വീണ്ടും മുടങ്ങിയത് പ്രതിസന്ധിയായി തുടരും. ഇനിയും പ്രതിസന്ധി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നും വിമാനങ്ങൾ റദ്ദാക്കും. 500ലേറെ സർവീസുകൾ ഇതുവരെ റദ്ദാക്കേണ്ടി വന്നു. വിമാനത്താവളങ്ങളിലും പലയിടങ്ങളിലും യാത്രക്കാർ ബഹളം വെച്ച് പ്രതിഷേധിക്കുകയാണ്. പൈലറ്റ് ക്ഷാമമാണ് സർവീസുകൾ മുടങ്ങാൻ പ്രധാന കാരണമായത്. DGCAയുടെ പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കിയതോടെയാണ് പൈലറ്റ് ക്ഷാമമുണ്ടായത്. വലിയ പ്രതിസന്ധിയാണ് ഇത് കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൈലറ്റുമാർക്കും വിമാന ജീവനക്കാർക്കും മതിയായ വിശ്രമ സമയം അനുവദിക്കുന്നതാണ് പുതിയ ചട്ടം. നവംബർ 1 മുതലാണ് ഇത് നടപ്പായത്. ഇതോടെ സർവീസുകൾ തടസ്സം കൂടാതെ നടത്താൻ വേണ്ടത്ര പൈലറ്റുമാരില്ലാത്ത സ്ഥിതിയായി. അവധിയിൽ പോയ പൈലറ്റുമാരോട് പോലും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. എന്നിട്ടും സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ തീരുമാനം മനസ്സിലാക്കി നേരത്തെ നടപടിയെടുക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ വിമാന കമ്പനികളുടെ ചെക്ക് ഇൻ സംവിധാനത്തിലെ തകരാറും ഉത്തരേന്ത്യയിലെ ശൈത്യം മൂലമുള്ള ഷെഡ്യൂൾ മാറ്റവും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത് സംബന്ധിച്ച് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്രക്കാർ എയർലൈനുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്നും CR അറിയിച്ചു. പുതിയ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വന്ന വീഴ്ചയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഡിസംബർ 8 മുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. സർവീസ് പൂർണ്ണതോതിൽ സാധാരണ നിലയിലാകാൻ 2026 ഫെബ്രുവരി 10 വരെ സമയമെടുക്കുമെന്നാണ് ഇൻഡിഗോ DGCA അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ 550ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. അതിനിടെ പുതിയ ചട്ടങ്ങളിൽ DGCA ഇൻഡിഗോയ്ക്ക് താൽക്കാലിക ഇളവ് അനുവദിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പ്രതിസന്ധി നേരിടാൻ കഴിയാത്തതിനാൽ ഇൻഡിഗോയെ കേന്ദ്ര വ്യോമയാന മന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു. നിലവിലെ അവസ്ഥ വിമാന നിരക്കുകൾ കൂടാൻ കാരണമാകരുതെന്നും നിർദ്ദേശമുണ്ട്. സർവീസുകൾ നിരീക്ഷിക്കാൻ DGCAയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻഡിഗോ വിമാന റദ്ദാക്കലുകൾ വെറും ഒരു ദിവസത്തിന്റെ പ്രശ്നമല്ല. അത് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മേഖലയിലെ ഉത്തരവാദിത്തം, തയ്യാറെടുപ്പ്, തൊഴിലാളി നയം, മാനേജ്മെന്റ്, ട്രാൻസ്പെറൻസി എന്നിവയെ സംബന്ധിച്ച ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഘട്ടമാണ്. DGCA നിയമങ്ങൾ പാലിക്കാത്തത് ഒരു കമ്പനിക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പിഴവായി കാണാനാകില്ല. കാരണം ഈ നിയമങ്ങൾ യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് നിലവിലുള്ളത്. സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിമാന കമ്പനി മുൻകൂട്ടി തയ്യാറെടുപ്പ് എന്ന വിഷയത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ വിശ്വാസ്യതയും ബാധിക്കുന്നു. കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ഫ്രീസ്, ജീവനക്കാരുടെ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ, അതിന്റെ ഫലമായി വന്ന തൊഴിൽക്ഷാമം എല്ലാം കൂടി ഇൻഡിഗോയുടെ ക്രമീകരണങ്ങൾ എത്രത്തോളം ദുർബലമായി തീർന്നുവെന്ന് തെളിയിക്കുന്നു. യാത്രക്കാരുടെ ആശ്വാസത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ ടൈംലി പ്ലാനിംഗ് എന്ന മാനേജ്മെന്റ് ധർമ്മം പാലിക്കാത്തപ്പോൾ അതിന്റെ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരുന്നത് നിരപരാധികളായ ആയിരക്കണക്കിന് യാത്രക്കാരാണ്. ഇപ്പോൾ ഇൻഡിഗോയുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം ഒന്നാണ്: യാത്രക്കാരുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്ന്. അതിനായി കമ്പനി തന്റെ പൈലറ്റ് ക്രൂ മാനേജ്മെന്റ് സിസ്റ്റം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. DGCA മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ശക്തമായ സമയപൂർവമായ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരുടെ ക്ഷേമവും ജോലി സുരക്ഷയും മുൻഗണനയിൽ വെക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ വിമാനയാത്ര കൂടുതൽ ജനപ്രിയമാകുന്ന ഈ കാലത്ത് ഒരു വിമാനം പറന്നുയരുന്നത് ഒരു സർവീസ് അല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്.
ആ ഉത്തരവാദിത്തം മാനേജ്മെന്റും നിയന്ത്രണ ഏജൻസികളും ഒരുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ കഴിയുക എന്നെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കണം.